ഹലോ, വെൽക്കം ടു സെൻസ് ഓഫ് സ്കൂൾ ഓഫ് ലൈഫ് സയൻസസ്. നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളായ ബോർ എഫക്റ്റ്, ഹാൾഡൻ എഫക്റ്റ് എന്നതിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് the relation between the saturation of hemoglobin with oxygen and PO2 or the partial pressure of oxygen. അന്നേരം നമുക്കൊരു സിഗ്മോയിഡ് കർവ് ഈ ഫിഗർ നോക്കി. ഇത് വൈ ആക്സിസിൽ പെർസെന്റ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ആണ് കൊടുത്തിരിക്കുക. ഇത് എക്സ് ആക്സിസിൽ PO2 ആണ്. ഇവിടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലീവിങ് ഫ്രം ദ ലങ്സ് അവിടെ മാക്സിമം സാച്ചുറേഷൻ ആണ്, അല്ലെ? പെർസെന്റ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ മാക്സിമം ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന റെഡ്യൂസ്ഡ് ബ്ലഡ് റിട്ടേണിങ് ഫ്രം ടിഷ്യൂസ് ആണ്, അതിന് സാച്ചുറേഷൻ കുറവാണ്. ഓക്കെ, ഇതാണ്. അപ്പൊ നമുക്ക് തന്നെ മലയാളത്തിൽ കൂടെ ഒന്ന് വേർഡുകൾ മനസ്സിലാക്കാം. എന്താ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ്? ഓക്സിജനാൽ പൂരിതമാകുന്ന ഹീമോഗ്ലോബിന്റെ ശതമാനവും ഓക്സിജന്റെ അംശിക മർദ്ദവും, അതായത് പാർഷ്യൽ പ്രഷറും ഉപയോഗിച്ചൊരു ഗ്രാഫ് ചിത്രീകരിച്ചാൽ നമുക്ക് എസ് ആകൃതിയുള്ള വക്രത, അതായത് സിഗ്മോയിഡ് കർവ് ലഭ്യമാകും. ഇങ്ങനെ കിട്ടുന്ന വക്രതയെ ഓക്സിജൻ ഹീമോഗ്ലോബിൻ വിശ്ലേഷണ വക്രം, ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവിന്റെ മലയാളമൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. മലയാളത്തിലാണല്ലോ നമുക്ക് പറ്റുന്നത്. അപ്പോൾ എന്താണ് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവിന്റെ ഓക്സിജൻ ഹീമോഗ്ലോബിൻ വിശ്ലേഷണ വക്രം എന്നാണ് മലയാളം. ഓക്കെ, ഇനി നമുക്ക് ബോർ എഫക്റ്റ് എന്താണെന്ന് നോക്കാം. ബോർ എഫക്റ്റ് ഇത് ആദ്യം മനസ്സിലാക്കുക. ഇത് ഒക്കറിന്റെ ടിഷ്യൂ ലെവൽ. ബോർ എഫക്റ്റ് ഒക്കറിന്റെ ടിഷ്യൂ ലെവൽ. ഇപ്പൊ ടിഷ്യൂ ലെവലിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. കലകളിലെ ഉയർന്ന PCO2 കാരണം ഓക്സിജന് ഹീമോഗ്ലോബിനുമായുള്ള സംയോജനം കുറയുകയും ഓക്സിജൻ ഹീമോഗ്ലോബിനിൽ നിന്ന് സ്വതന്ത്രമാകുകയും ചെയ്യുന്നു. അപ്പൊ കലകളിൽ PCO2 ഉയർന്നാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അന്നേരം ഓക്സിജൻ ഹീമോഗ്ലോബിനായുള്ള ആയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കഴിവ് കുറയും. അങ്ങനെ ഓക്സിജൻ ഹീമോഗ്ലോബിനിൽ നിന്ന് സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു. അന്നേരം ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവിന് എന്ത് സംഭവിക്കുന്നു? ഓക്സിജൻ ദാറ്റ് വിൽ മൂവ് ടു റൈറ്റ് സൈഡ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് PCO2. ഇതിനെയാണ് ബോർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ബോർ എഫക്റ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എന്താണ്? സോ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് മൂവ്സ് ടു റൈറ്റ് സൈഡ് വിത്ത് ദ ഇൻക്രീസ് ഓഫ് PCO2. നമുക്ക് ഈ ഫിഗറിൽ വ്യക്തമായിട്ട് കൊടുക്കാം, കാണാം. ഇത് പെർസെന്റ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ആണ്. ഇവിടെ എന്താണ്? PO2 ആണ്. ഇത് സിഗ്മോയിഡ് കർവ് ഇവിടെ നോക്കി. PCO2 20 millimeters മെർക്കുറി ആയിരുന്നപ്പോൾ ഇതാണ് 20 millimeters മെർക്കുറി ആയിരുന്നപ്പോൾ. ഇനി 40 millimeters മെർക്കുറി വീണ്ടും ഷിഫ്റ്റ് ടു റൈറ്റ് സൈഡ്. വീണ്ടും 70 millimeters മെർക്കുറി PCO2 ആയപ്പോൾ വീണ്ടും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, അല്ലേ? ഇതാണ് ബോർ എഫക്റ്റ്. ഓക്കെ, നമുക്ക് കലകളിലുള്ള എന്തൊക്കെ സാഹചര്യമാണെന്ന് നോക്കാം. കലകളിൽ ഓക്സിജൻ ഹീമോഗ്ലോബിനിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ വെരി ഇമ്പോർട്ടൻറ്റ്. കലകളിലെ കുറഞ്ഞ PO2, ഉയർന്ന PCO2 ഉയർന്നിരിക്കുമ്പോൾ ഉയർന്ന ഹൈഡ്രജൻ അയോൺ കാണുമല്ലോ. ഉയർന്ന ഹൈഡ്രജൻ അയോൺ കാണുക. ഉയർന്ന ഊഷ്മാവ്, ലങ്സിനെക്കാളും ടിഷ്യൂ ലെവലിൽ ഉയർന്ന ഊഷ്മാവാണ്. ഉയർന്ന DPG ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതായത് ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ഈ DPG എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ബൈൻഡ്സ് ടുഗദർ ദ 2 beta chains of deoxyhemoglobin but not those of oxyhemoglobin. In any way, ഹീമോഗ്ലോബിനിൽ നമുക്കറിയാം അതിന്റെ ബീറ്റാ ചെയിനിൽ ഡിയോക്സിഹീമോഗ്ലോബിനിലെ ബീറ്റാ ചെയിനിൽ ബൈൻഡ് ചെയ്യും. അങ്ങനെയാണ് DPG വർക്ക്. അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കണ്ട, എന്നാലും അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് ടിഷ്യൂ ലെവലിൽ ഹൈപ്പോക്സിയ കണ്ടീഷൻ ആണല്ലോ. അപ്പൊ ഈ ഹൈപ്പോക്സിയ കണ്ടീഷനിൽ ഗ്ലൈക്കോലിസ് നടക്കുകയും ഗ്ലൈക്കോലിസിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിന്റെ 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡിന്റെ ഐസോമറാണ് DPG. അങ്ങനെ ഐസോമർ ഉണ്ടാകും. അതാണ് 2,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. മനസ്സിലാക്കുക. അതിന്റെ കൂടുതൽ കെമിസ്ട്രിയും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, ഇതൊന്ന് മനസ്സിലാക്കിയാൽ
ഇത് മനസ്സിലാക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത്, ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോഴും DPG കൂടുന്നു എന്ന് ഞാൻ എൻ്റെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതോടൊപ്പം വായിക്കാം. അതുകൊണ്ടാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ അക്ലിമറ്റൈസേഷന്റെ ഭാഗമായിട്ട് അഫിനിറ്റി ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ കുറയുന്നു എന്ന് പഠിച്ചിട്ടില്ലേ? അതെല്ലാം ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഒന്നുകൂടെ, ടിഷ്യൂ ലെവലില്, അതായത് കലകളില് ഓക്സിജനെ ഹീമോഗ്ലോബിനിൽ നിന്ന് സ്വതന്ത്രമാക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ. അപ്പൊ ഈ ഘടകങ്ങളൂടെ ഉണ്ടായിരിക്കണം. അതാണ് ബോർഫെക്റ്റ് നടക്കുന്നതിന്റെ ഒരു കാര്യമാണ്. അപ്പൊ കലകളിലെ കുറഞ്ഞ PO2, ഉയർന്ന PCO2, ഉയർന്ന ഹൈഡ്രജൻ കോൺസെൻട്രേഷൻ, ദെൻ ഉയർന്ന ഊഷ്മാവ്, ഉയർന്ന DPG, ഉയർന്ന DPG. അതുപോലെയാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോഴും ഹൈപ്പോക്സിയ. അപ്പൊ ഹൈപ്പോക്സിയ കണ്ടീഷനിൽ പിന്നെ ഇത് ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ DPG. അതുപോലെ ഇതുമായിട്ട് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, എക്സർസൈസ് ചെയ്യുമ്പോൾ ഈ ഓക്സിജൻ കൺസംഷൻ കൂടുന്നു, അങ്ങനെ PO2 കൺസംഷൻ കൂടും. അപ്പോൾ കലകളിൽ നിന്ന് ഓക്സിജനെ ഹീമോഗ്ലോബിനിലേക്ക് സ്വതന്ത്രമാക്കുന്ന ചില മറ്റു സാഹചര്യങ്ങളിൽ ഇതും കൂടെ എല്ലാം കൂട്ടത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. എക്സർസൈസ് ചെയ്യുമ്പോൾ പിന്നെ ടെമ്പറേച്ചറും കൂടുന്നല്ലോ. അപ്പോൾ ടെമ്പറേച്ചർ ഇവിടെ ഉയർന്ന ഊഷ്മാവ് അല്ലേ, അപ്പൊ ഏതെല്ലാം കുറഞ്ഞിരിക്കുന്നു കൂടിയിരിക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കി. പിന്നെ ഈ ഫിഗർ കൂടെ നോക്കുക. കാർബൺ ഡയോക്സൈഡ് കൂടിയിരിക്കുന്നു ടിഷ്യൂ ലെവല്. അത് RBC എരിത്രോസൈറ്റിനകത്ത് കയറുകയാണെങ്കിൽ അത് വാട്ടറുമായിട്ട് ചേർന്നിട്ട് കാർബോണിക് ആൻഹൈഡ്രസിന്റെ സാന്നിധ്യത്തിൽ കാർബോണിക് ആസിഡ് ആകുന്നു. അത് ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജൻ അയണും ബൈകാർബണേറ്റും ഉണ്ടാകുന്നു. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഇപ്പൊ ക്ലോറൈഡ് ഷിഫ്റ്റിന്റെ ഭാഗമാണ് പറയുന്നത്. ഇവിടെ ബൈകാർബണേറ്റ് അയോൺ പ്ലാസ്മയിലോട്ട് ഡിഫ്യൂസ് ചെയ്യും, പകരം ക്ലോറൈഡ് അയോൺസ് അകത്ത് കയറും. അതാണല്ലോ ക്ലോറൈഡ് ഷിഫ്റ്റ്. ഇനി ഹൈഡ്രജൻ അയൺ എന്താ സംഭവിക്കുക? ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്ത് ഹീമോഗ്ലോബിനിക് ആസിഡ് ഉണ്ടാകും. ഇതെല്ലാം നമ്മൾ അല്ലാതെ നോട്ടിൽ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ അത് പറഞ്ഞതിന് കാരണം, ഇവിടെ എന്താണ് ടിഷ്യൂ ലെവലിൽ നടന്നത്? ഇതിന്റെ റിവേഴ്സ് ആയിരിക്കും ലങ്സിൽ നടക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാ കണ്ടോ, ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ കൂടി, പിന്നെ ഇവിടെ ക്ലോറൈഡ് ഷിഫ്റ്റ് നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുമായിട്ടൊന്ന് ചിന്തിക്കുക. ദെൻ ബോർ എഫക്റ്റ്. അപ്പോൾ ഇവിടെ എന്ത് ലെവലിലാണ് നടക്കുന്നത്? ബോർ എഫക്റ്റ് ഒക്കറിന്റെ ടിഷ്യൂ ലെവൽ. ഓക്കെ, ഇനി നമുക്ക് ഹാൾഡെയ്ൻ ഇഫക്റ്റ്. ഹാൾഡെയ്ൻ ഇഫക്റ്റ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ബോർ എഫക്റ്റ് എന്ന് ആദ്യമേ ഞങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ബോർ എഫക്റ്റ്. ഈ നേരത്തെ കാണിച്ച ഫിഗർ ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഹാൾഡെയ്ൻ ഇഫക്റ്റ് മനസ്സിലാക്കാം. ലങ്സിൽ നേരെ വിപരീത ദിശയിൽ, ഇപ്പൊ ഇവിടെ നിങ്ങോട്ട് കാണുന്നത് നേരെ വിപരീത ദിശയിൽ അതാ നടന്ന് കാർബൺ ഡയോക്സൈഡും വാട്ടറും ഉണ്ടാകും. എന്നിട്ട് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. അതാണ് അവിടെ ലങ്സ് ലെവലിൽ നടക്കാൻ പോകുന്നത്. ഇവിടെ നോക്കാം, ക്ലോറൈഡ് അയൺസ് വെളിയിൽ പോകും. ഇപ്പൊ നേരത്തെ അകത്ത് വന്നത് വെളിയിൽ പോകും. ബൈകാർബണേറ്റ് അയോൺസ് എന്ത് ചെയ്യും? അകത്ത് വരും. എന്നിട്ട് ഹീമോഗ്ലോബിനിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജൻ ഫ്രീ ആകും. അപ്പോൾ ആ ഹൈഡ്രജനും പിന്നെ അപ്പോൾ ഇവിടെ ബൈകാർബണേറ്റ് അയോൺസ് അതും ഇവിടെ ചേർന്ന് പിന്നെ കാർബോണിക് ആസിഡ് പിന്നെ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. അപ്പൊ ഇത്രയും ഒന്ന് ഇവിടെ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് ഹാൾഡെയ്ൻ ഇഫക്റ്റിലേക്ക് പോകാം. ഇവിടെ ഓക്സിജന്റെ ഗാഢത കൂടുമ്പോൾ ലങ്സ് ലെവലിലാണ് ശരിക്കും ബോർ എഫക്റ്റ് നടക്കുന്നത്. ശരിക്കും ഹാൾഡെയ്ൻ ഇഫക്റ്റ് നടക്കുന്നത് എവിടെ? ലങ്സ് ലെവലിലാണ്. ബോർ എഫക്റ്റ് നടക്കുന്നത് എവിടെയാ? ടിഷ്യൂ ലെവലിലാണ്. ദെൻ ഇവിടെ ഓക്സിജന്റെ ഗാഢത കൂടുമ്പോൾ ഹീമോഗ്ലോബിന് കാർബൺ ഡയോക്സൈഡുമായി സംയോജിക്കാനുള്ള കഴിവ് കുറയുന്നു. അപ്പോൾ ഇതാണ് ഹാൾഡെയ്ൻ ഇഫക്റ്റിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഹാൾഡെയ്ൻ ഇഫക്റ്റിലെ പ്രധാന കാര്യം എന്താണ്? ഓക്സിജന്റെ ഗാഢത കൂടുമ്പോൾ ഹീമോഗ്ലോബിന് കാർബൺ ഡയോക്സൈഡുമായി സംയോജിക്കാനുള്ള കഴിവ് കുറയുന്നു. So Haldane effect helps the lungs to release carbon dioxide. So Haldane effect occur at the lungs level. Remember for Bohr effect at the tissue level.
ഇനി വായു അറകളിൽ ലങ്സില് അൽവേലില് ഓക്സിഹീമോഗ്ലോബിൻ രൂപീകരണത്തിന് അനുകൂലമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ വായു അറകളിലെ ഉയർന്ന PO2, കുറഞ്ഞ PCO2, കുറഞ്ഞ ഹൈഡ്രജൻ ഘടക, കുറഞ്ഞ ഊഷ്മാവ്. ടിഷ്യൂ ലെവലിനേക്കാളും ലങ്സിൽ കുറഞ്ഞ ഊഷ്മാവ്. ഓക്കെ, ഇത്രയും കണ്ടീഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഉയർന്ന PO2, കുറഞ്ഞ PCO2 ഇത്തരം സാഹചര്യങ്ങളിൽ ബൈൻഡിങ് കപ്പാസിറ്റി ഓഫ് ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിൻ കൂടുന്നു. ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഹാർഡൻ ഇഫക്റ്റ് ബോർ എഫക്റ്റിന് ഓപ്പോസിറ്റ് ആണ് അല്ലേ? അല്ല, ഹാർഡൻ എഫക്റ്റും ബോർ എഫക്റ്റും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.